അപ്പോ ഓക്കെ. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിന്റെ കാര്യമായിരുന്നു. ഇടയിൽ നമ്മളൊരു പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗാഗ്നെ ആൻഡ് ബ്രിക്സ് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി അല്ലെങ്കിൽ ബ്ലൂം നമ്മുടെ ഒരു സെക്കൻഡ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഒരു പ്രശ്നം. ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പറഞ്ഞു 3 ഡൊമൈനിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കോഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്, അഫക്റ്റീവ് ഡൊമൈൻ ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോമോട്ടർ ഡൊമൈൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ഗാഗ്നെ ആൻഡ് ബ്രിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടീച്ചിങ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് 1, 2, 3, 4, 5 ക്ലാസിഫിക്കേഷൻ ആണ്. സോറി, വീണ്ടും എന്റെ പ്രശ്നമാണ്. ഒരു സെക്കൻഡ് ആയിട്ട് ഇവര് ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ഇന്റലക്ച്വൽ സ്കിൽസ് ആണ്. ഇന്റലക്ച്വൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണല്ലോ പഠിപ്പിക്കുക. ഞാൻ ഇന്ന കാര്യം പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് എന്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഈ ഈ ഒരു കാര്യം പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ള എന്റെ ഒരു ഗോളാണ് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഇനി ലേണിംഗ് ഔട്ട്കം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ, ഇത് പഠിച്ചു കഴിയുമ്പോൾ കുട്ടി എന്ത് നേടുന്നു, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് കുട്ടി എന്ത് മനസ്സിലാക്കും എന്നുള്ളതാണ് ഈ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലൂടെ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി നേടാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനകത്ത് ഗാഗ്നെ ആൻഡ് ബ്രിക്സ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇന്റലക്ച്വൽ സ്കിൽസ് ആണ്. ഇന്റലക്ച്വൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോബ്ലം സോൾവിങ്, എന്താണ് സ്റ്റുഡൻസ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുന്നു, കോൺസെപ്റ്റുകൾ പഠിക്കുന്നു, പ്രിൻസിപ്പിൾസ് പഠിക്കുന്നു. ഇങ്ങനെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് കോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. അതായത് മെറ്റാ കോഗ്നിഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ, കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളുടെ ഒരു എബിലിറ്റിനെ കുറിച്ച് നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് ബൈ ക്രിയേറ്റിംഗ് റൂൾസ്. നമ്മൾക്ക് നമ്മുടെ ലേണിംഗ് എങ്ങനെയാണ്, നമ്മുടെ ഒരു തിങ്കിങ് സ്ട്രാറ്റജി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു റൂള് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ്, എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു റൂള് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള പോലെ അതിനെയാണ് നമ്മളൊരു കോഗ്നിറ്റീവ് സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വെർബൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് ആ ലേണറിന് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻസിനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് ഒരു ഫാക്ട് ഓഫ് നോളജ് ആണ്, അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതിനെ അക്വയർ ചെയ്യാൻ പറ്റുക, അതിനെയാണ് വെർബൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാല് ആക്ഷൻസ് ദാറ്റ് എ പേഴ്സൺ ചൂസസ് ടു കംപ്ലീറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രെയിൻ, നെർവസ് സിസ്റ്റം, മസിൽസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മോട്ടോർ സ്കിൽസ് നമ്മൾ നേടിയെടുക്കുക. അപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നതിലൂടെ ഒന്നുകിൽ ഇന്റലക്ച്വൽ സ്കിൽസ് നേടിയെടുക്കുന്നു, കോഗ്നിറ്റീവ് സ്കിൽസ് ആളുകൾ നേടിയെടുക്കുന്നു, വെർബൽ ഇൻഫർമേഷൻ അവർക്ക് റിമെമ്പർ ചെയ്യാനും റീകോൾ ചെയ്യാനും പറ്റുന്നു, ഒരു സ്കില്ല്, ഒരു മോട്ടോർ സ്കില്ല് അവർ നേടിയെടുക്കുന്നു. ഇനി ആറ്റിറ്റ്യൂഡ്, ചില വാല്യൂസിനെ ഈ ലേണേഴ്സ് ഇന്റേണലൈസ് ചെയ്തിട്ട് ചില വാല്യൂസ് അവര് അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ആകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില ലേണിംഗ് ഔട്ട്കംസ് ആണ് ഗാഗ്നെ ആൻഡ് ബ്രിക്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. മാക്സിംസ് ഓഫ് ടീച്ചിങ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കൊരു 1-2 കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഒന്ന്,
Which of the following operations comes under the pre-active phase of teaching according to Philip W. Jackson? നേരത്തെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അല്ലെ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഫിലിപ്പ് ഡബ്ല്യു ജാക്സൺ ആണ് ഈ പറഞ്ഞ 3 ഫേസസ് ആയിട്ട് ടീച്ചിങ്ങിനെ തിരിച്ചിട്ടുള്ളത്. പ്രീ ആക്റ്റീവ് ഫേസ് ഉണ്ട്, ഇന്ററാക്റ്റീവ് ഫേസ് ഉണ്ട്, പോസ്റ്റ് ആക്റ്റീവ് ഫേസ് ഉണ്ട്. അതിനകത്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പ്രീ ആക്റ്റീവ് ഫേസിനുള്ളിൽ വരുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നാണ്. എ, diagnosis of the learners, B, decision about the strategies, C, actions and reactions, D, selecting appropriate testing devices. ചിലപ്പം ചില ആളുകൾക്ക് ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓക്കെ ഭയങ്കര ഈസിയാണ്, ഓക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഇതെന്ത് തേങ്ങയാണെന്ന് തോന്നും, എന്താണെന്ന് മനസ്സിലാകാത്ത പോലെ തോന്നും. പക്ഷെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഓരോ ഓപ്ഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കാവോ? ഓക്കെ, ബി ആണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണോ? ഒരാളെ ഉള്ളോ? ബാക്കിയുള്ളവരൊക്കെ എന്ത്? ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ബി ആണോ അല്ലയോ, എങ്ങനെയാ നോക്കിക്കേ. ഒന്നാമത്തെ ഓപ്ഷൻ ഡയഗ്നോസിസ് ഓഫ് ദ ലേണേഴ്സ് ആണ്. ഒരു കാര്യം എന്താണ് ഡയഗ്നോസിസ്, എന്തിനാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? ലേണറിന് എന്തെങ്കിലും പഠിക്കുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ എന്ന് ആണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്. അങ്ങനെ ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങണം, അല്ലെ? അപ്പോ അതൊരു പ്രീ ആക്റ്റീവ് ഫേസിൽ വരുന്ന കാര്യമല്ല. 2, ഡിസിഷൻ അബൌട്ട് ദ സ്ട്രാറ്റജീസ്. നമ്മൾ ഏത് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, ഇത് നമുക്ക് നേരത്തെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അത് പ്രീ ആക്റ്റീവ് ഫേസിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ആക്ഷനും റിയാക്ഷനും ഒക്കെ ഇന്ററാക്റ്റീവ് ഫേസിൽ വരുന്നതാണ്. ടീച്ചറും സ്റ്റുഡന്റും കൂടി ഒന്നിച്ചു വന്നാലേ ആക്ഷനും റിയാക്ഷനും ഒക്കെ നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പ്രീ ആക്റ്റീവ് ഫേസിലാണെന്ന് പറയാൻ പറ്റത്തില്ല. ഡി, സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റിംഗ് ഡിവൈസസ്. എപ്പോഴാണ് നമ്മൾ ഒരു കാര്യത്തിനെ ടെസ്റ്റ് ചെയ്യുന്നത്? അത് ആ പ്രോസസ്സ് കഴിയുമ്പോഴാണ്. പഠിപ്പിച്ച് കഴിഞ്ഞിട്ടേ പരീക്ഷ നടത്തുള്ളൂ, പഠിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ പരീക്ഷ നടത്തുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഡിസിഷൻ അബൌട്ട് ദ സ്ട്രാറ്റജീസ് ആണ് കറക്റ്റ്. ഓക്കെ, സോ നമ്മള് രണ്ടാമത് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ, വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് ഇന്ററാക്റ്റീവ് സ്റ്റേജ്? ഇന്ററാക്റ്റീവ് സ്റ്റേജിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത്. എ, പ്ലാനിങ് ഓഫ് ലെസൺ. നിങ്ങൾ ഉദ്ദേശിക്കുക പ്രീ ആക്റ്റീവ് എന്ന് പറഞ്ഞാല് തുടക്കത്തിൽ പ്ലാനിങ് സ്റ്റേജ് ആണ്. ഇന്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു ഫേസ് ആണ്. ഇനി പോസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചതിന് ശേഷം പരീക്ഷ നടത്തുന്ന ഫേസ് ആണ്. അപ്പൊ പ്ലാനിങ് ഓഫ് ലെസൺ എവിടെ വരും? ഇന്ററാക്റ്റീവിൽ വരില്ല, അത് പ്രീ ആക്റ്റീവ് ആണ്. ഡിറ്റർമൈനിങ് ലേണിംഗ് ഔട്ട്കം, നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ലേണിംഗ് ഔട്ട്കം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതും പ്രീ ആക്റ്റീവ് ആണ്. പ്രസന്റിങ് ദ കോണ്ടന്റ് ഇന്റർസ്പേഴ്സ്ഡ് വിത്ത് ക്വസ്റ്റ്യൻസ്. ഒരു കോണ്ടന്റിന് നമ്മൾ എപ്പോഴാണ് പ്രസന്റ് ചെയ്യുന്നത്? അത് ക്ലാസ് റൂമിലാണ്, ഇന്ററാക്റ്റീവ് സ്റ്റേജിലാണ്, അല്ലെ? ഇനി പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് പ്രോബിങ് ഇഫ് നീഡ് ബി. അതായത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമുക്ക് ഫീഡ്ബാക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ക്ലൂ കൊടുക്കുക, ഇതൊക്കെ ഇന്ററാക്റ്റീവ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി മോട്ടിവേറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് സ്റ്റുഡൻസ് ടാസ്ക്. അതൊരു ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യമാണ്, അല്ലെ? കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, കുട്ടികൾക്ക് ഒരു നടക്കുന്ന ആൻസർ ഏതായിരിക്കും? ആൻസർ നമുക്ക് സി വരും, ഡി വരും, ഇ വരും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു ചോദ്യം, ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് പ്രൊമോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ് ദ ഹോൾമാർക്ക്? ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ്? ആൻസർ ചെയ്യാവോ? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സി ആണ്, കറക്റ്റ് ആണ്. റിഫ്ലക്റ്റീവ് സ്റ്റേജിലാണ് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വരുന്നത്. വെരി ഗുഡ്. ഇനി സ്റ്റക്കായി പോകുന്നുണ്ട് കേട്ടോ, ഒരു സെക്കൻഡേ. ഇനി നമ്മള് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കി നിങ്ങൾ പറയുന്ന ഉത്തരം നോക്കാൻ പോകുമ്പോഴത്തേക്കുമാണ് എനിക്കിത് പ്രശ്നം വരുന്നത്. ചാറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് പറയാൻ പറ്റിയാൽ നല്ലതായിരുന്നു കേട്ടോ. എന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്.
അപ്പൊ നാലാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഗിവൺ ഒബ്ജക്റ്റീവ്സ് ഫോർ കോഗ്നിറ്റീവ് ഡൊമൈൻ ഇൻ ഹൈറാർക്കിയൽ ഓർഡർ ആസ് ദ ബേസിസ് ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് ദ ടാസ്ക്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം, ഇതിനകത്ത് ബ്ലൂംസ് എന്നോ ടാക്സോണമി എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ചോദ്യം ബ്ലൂംസ് ടാക്സോണമിയുടെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ, ഇവാലുവേഷൻ, നോളജ്, അനാലിസിസ്, സിന്തസിസ്. അപ്പൊ നമുക്കറിയാം ആദ്യം വരുന്ന ഏതാണ്? നോളജ് ആണ്. ഇത് റിവൈസ്ഡ് ബ്ലൂംസ് അല്ല, ഒറിജിനൽ ബ്ലൂംസ് ടാക്സോണമിയാണ്. അപ്പൊ നോളജ് ആണ് ആദ്യം വരിക. നോളജ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, സിന്തസിസ് എന്ന് പറയുന്ന ഒരു അല്ല, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പോ അതിന്റെ ഓപ്ഷൻ വരുന്നത് സി ആണ് അതിന്റെ ആൻസർ. ഇനി അഞ്ചാമത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കാറ്റഗറീസ് കംസ് അണ്ടർ അഫക്റ്റീവ് ഡൊമൈൻ? റിസീവിംഗ്, റെസ്പോണ്ടിങ്, അനലൈസിങ്, ഓർഗനൈസേഷൻ, ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഡൊമൈൻ എങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിപ്പോ അഫക്റ്റീവും സൈക്കോമോട്ടറും ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് എലിമിനേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയാം റിസീവിംഗും റെസ്പോണ്ടിങ്ങും അനാലിസിസും ഓർഗനൈസേഷനും അല്ല റിസീവിങ്ങും റെസ്പോണ്ടിങ്ങും ഓർഗനൈസേഷനുമാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. അത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ അനാലിസിസും ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഉള്ളതാണെന്ന് അറിയാവുന്നത് കൊണ്ട് അത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവിങ്, റെസ്പോണ്ടിങ്ങും ഓർഗനൈസേഷനും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ എന്റെ ആൻസർ വരുന്നത് സി ആണ്. എ, ബി ആൻഡ് ഡി ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാവോ? എനിക്ക് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ അടുത്ത സെഷന്റെ ഇതിലേക്ക് പോവാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ പാർട്ട് 2ലേക്ക് കിടക്കുകയാണ്. ഓൾറെഡി 15 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പം പാർട്ട് 2 നമ്മൾ നോക്കാൻ പോകുന്നത് ലേണിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ലേണിംഗ്, ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ലേണിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സോറി, ഓക്കെ. അപ്പൊ ലേണിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, പല ആളുകൾ ലേണിങ്ങിനെ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ക്രോ ആൻഡ് ക്രോവിന്റെ ഡെഫിനിഷൻ. സി ലേണിംഗ് ആസ് അക്വിസിഷൻ ഓഫ് ഹാബിറ്റ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഹാബിറ്റും നോളജും ആറ്റിറ്റ്യൂഡിനെയും ഒക്കെ അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് ക്രോ ആൻഡ് ക്രോ ലേണിങ്ങിനെ കണ്ടിട്ടുള്ളത്. പല ആളുകൾ പല രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ, ആളുകളുടെ സ്വഭാവത്തില്, ക്യാരക്ടറില് ഒരു പെർമനന്റ് ചേഞ്ച് വരുന്ന പരിപാടിക്കാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് ചിലരതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തില് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഡെഫിനിഷൻസ് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഡയറക്റ്റ് ആയിട്ട് ചില സമയങ്ങളിൽ ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. ഇനി ലേണിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണറുടെ അല്ല, ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതിനകത്തൊരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പം കുട്ടിയും ടീച്ചറും ലേണിംഗ് എൻവയോൺമെന്റും എല്ലാം കൂടെ ചേരുന്ന ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ലേണിംഗ് പ്രോസസ്സിലുണ്ട്. ഇനി അതൊരു ഗോൾ ഡ്രിവൺ ആണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു എയിം വെച്ചിട്ടാണ്, ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ ലേണിംഗ് നടക്കുക. അപ്പോൾ ഒരു ഗോൾ ഡ്രിവൺ പ്രോസസ് ആണ് നമുക്ക് പറയാം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്ന് പറയും. ഫ്രം വൂം ടു ടോം എന്ന് പറയുന്ന പോലെ, ഒരു ബർത്ത് ടു ഡെത്ത് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവറി ഡേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സൂം പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ശരിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ അതിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലെ? അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ലൈഫ് ലോങ് പ്രോസസ്സാണ്, അതൊരു ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ്? ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ്. അപ്പോൾ ഓരോ ആളുകളും ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഓരോ പേസിലാണ്, ഓരോ രീതിയിലാണ്. അപ്പം അതൊരു ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ് ആണെന്ന് പറയും. അപ്പൊ എനിക്ക് കുറെ സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് കുറെ വീക്ക്നെസ്സസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് എന്റെ ലേണിംഗ് പ്രോസസ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഇന്ററാക്റ്റീവ് പ്രോസസ്സാണ്. അതായത് കുട്ടികൾ ഇന്ററാക്ട് ചെയ്താണ് പഠിക്കുന്നത്, അവരുടെ ടീച്ചറോട്, പിയർ ഗ്രൂപ്പിനോട്, ആ മെറ്റീരിയലുമായിട്ട്, ആ എൻവയോൺമെന്റും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആണെന്ന് പറയാം. ഇനി മോട്ടിവേറ്റഡ് ആൻഡ് ഡ്രിവൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗോൾ ഡ്രിവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി മോട്ടിവേഷൻ തന്നെ പറയുമ്പോൾ വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എനിക്കറിയില്ല, വേണമെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷനാണ്. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. അത് ലേണറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള ഒരു കാര്യം. ഈ ടൈപ്സ് ഓഫ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ പല കാറ്റഗറി ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ പല സോഴ്സസ് നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ടൈപ്സ് ഓഫ് ലേണേഴ്സ് കാണാറുണ്ട്. ഞാനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് വിഷ്വൽ ആണ്. വിഷ്വൽ എന്ന് പറയുമ്പോൾ, വിഷ്വൽ ലേണർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കണ്ട് മനസ്സിലാക്കുന്നതാണ്, കണ്ട് പഠിക്കുന്നതാണ്. നമുക്ക് ഭയങ്കര ആളുകൾ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അപ്പൊ കണ്ട് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഒരു വിഷ്വൽ ലേണർ ആണെന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന അല്ലാതെ കുറെ പിക്ചറൊക്കെ കണ്ട് കോൺസെപ്റ്റുകളൊക്കെ കോൺസെപ്റ്റ് മാപ്പുകൾ കണ്ട് സിമ്പിൾസ് കണ്ട് കളറൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു വിഷ്വൽ ലേണർ ആണെന്ന് പറയാം. ഇനി ഓഡിറ്ററി ലേണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഇപ്പൊ നിങ്ങൾ ഒരു യൂട്യൂബിൽ ഒരു ക്ലാസ് കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ കേൾക്കുന്നു. അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നതെങ്കിൽ അതൊരു ഓഡിറ്ററി ലേണർ ആണെന്ന് പറയാം. ഇനി കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം, ഫിസിക്കലി ഇൻവോൾവ് ആയിട്ട് ഫിസിക്കലി മൂവ് ചെയ്തുകൊണ്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കൈനസ്തെറ്റിക് ലേണർ ആണ്. ഈ ചില ആളുകൾ കാണാറില്ല, ഈ പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നുകൊണ്ട് പഠിക്കുന്ന ആൾക്കാർ, ഓടിക്കൊണ്ട് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനെ ബോഡി മൂവ്മെന്റ് വെച്ചിട്ട് പഠിക്കുന്ന ആളുകൾ കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി സോഷ്യൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനാണെങ്കിൽ സോഷ്യൽ ലേണർ ആണെന്ന് പറയാം. സോളിറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട്, ഇത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതൊരു ലേണർ ഒരു സോളിറ്ററി ലേണർ ആണെന്ന് പറയാം. ഇനി വെർബൽ എന്ന് പറഞ്ഞാൽ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടോ എഴുതിക്കൊണ്ടോ ഒക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ ആ ലേണർ ഒരു വെർബൽ ടൈപ്പ് ഓഫ് ലേണർ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇത് സിലബസിൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ലേണിംഗ് ഡിസേബിലിറ്റീസ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ താരേ സമീൻ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇഷാൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രമുണ്ട്. ആ കൊച്ചിന്റെ അസുഖം ഡിസ്ലെക്സിയാണ്. അതായത് അവന് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇതിനകത്തൊരു ഡയലോഗ് തന്നെയുണ്ട്, ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ തോന്നുന്നു കാണുമ്പോൾ. അപ്പൊ അത് കൃത്യമായിട്ട് അവന് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ളതാണ്. അപ്പോ റീഡിങ് ആൻഡ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസേബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയും. ഇനി ഡിസ്ഗ്രാഫിയ, അത് ഓർത്ത് വെക്കാനായിട്ട് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് വരയ്ക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നില്ല, അങ്ങനെ പ്രത്യേകമായിട്ടും റൈറ്റിംഗ് സ്കില്ലാണ് വരുന്നത്. റൈറ്റിംഗിൽ വരുന്ന ഡിസേബിലിറ്റിന്, ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗിൽ വരുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യത്തിന് സ്പെല്ല് ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ഗ്രാഫിയ എന്നാണ് പറയുക. ഇനി ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാൽക്കുലേഷൻ ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് മാത്തമാറ്റിക്സ് ആൻഡ് നമ്പേഴ്സ്. സോ ഇഫ് യു find it's difficult to understand numbers and learn math, then
ദി പേഴ്സൺ ഈസ് ഹാവിംഗ് ഡിസ്കാൽക്കുലിയ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം നോക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിന് എണ്ണിയെടുക്കാൻ പറ്റുന്നില്ല, നമ്പർ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, മാത്തമാറ്റിക്കൽ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക, ഗുണിക്കുക ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോർ ഡിഫിക്കൽറ്റിയാണ്. അതായത് മൂവ്മെന്റ്, ബോഡി മൂവ്മെന്റ്, മസിൽസിന്റെ ഒരു കോർഡിനേഷൻ ഇതൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഡിസേബിലിറ്റി ആണ്. ഡിസ്ലെക്സിയ ഇസ് റിലേറ്റഡ് വിത്ത് റീഡിംഗ്, ഡിസ്ഗ്രാഫിയ ഇസ് റിലേറ്റഡ് വിത്ത് റൈറ്റിംഗ്, ഡിസ്കാൽക്കുലിയ ഇസ് റിലേറ്റഡ് വിത്ത് നമ്പേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സ്, ഡിസ്പ്രാക്സിയ ഇസ് റിലേറ്റഡ് വിത്ത് മോട്ടോർ ഡിഫിക്കൽറ്റി. ഇനി ഇതും എക്സ്ട്രാ വരുന്ന ഒരു കാര്യമാണ്, എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ലേണിംഗ് എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, ഒരു എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, എല്ലാ ദിവസവും നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം നമ്മളൊരു പുതിയതായിട്ട് പഠിക്കുന്ന ഒരു എൻവയോൺമെന്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു, ഇപ്പൊ പുതിയതായിട്ടൊരു കാര്യം പഠിക്കാൻ പോകുന്നു, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ട്രാൻസ്ഫറിനെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ ഇഫക്റ്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിനകത്ത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട്, നെഗറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട്, സീറോ ട്രാൻസ്ഫർ ഉണ്ട്. പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് നിങ്ങൾ നേരത്തെ പഠിച്ച ഒരു കാര്യം പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയാം. നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കാൻ പോവാണ്, പക്ഷെ നിങ്ങൾക്ക് നേരത്തെ ഒരു കാര്യം അറിയാം, അത് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയും സൈക്കിൾ ബാലൻസ് ഉള്ള ആളുകൾക്ക്, സൈക്കിൾ നന്നായിട്ട് ഓടിക്കുന്ന സൈക്കിൾ ബാലൻസ് ഉള്ള ആളുകൾക്ക് ഒരു ടൂ വീലർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും. എനിക്ക് ടൂ വീലർ ഞാൻ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂ വീലർ ഓടിക്കാൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് പറയാറുണ്ട്. അതൊരു പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. അതായത് നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ നിങ്ങൾ നേരത്തെ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ആ നോളജ് നിങ്ങളെ പുതിയൊരു കാര്യം പഠിക്കുന്നതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ആ നോളജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, അതൊരു പോസിറ്റീവ് ട്രാൻസ്ഫർ ആണെന്ന് നമുക്ക് പറയാം. ഈ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നോളജ് പുതിയൊരു കാര്യം പഠിക്കുന്നതിന് നിങ്ങളെ ഹിൻഡർ ചെയ്യാണ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുന്നതിൽ നിങ്ങളെ ചെറുതായിട്ടൊന്ന് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ അറിയാം, ഓട്ടോമാറ്റിക് കാർ നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാം, മറ്റേ ഗിയർ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. അങ്ങനെ നിങ്ങൾ വളരെ സുഖകരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഗിയർ ഉള്ള ഒരു വണ്ടി പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട്. അത്രയും നാള് നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഇപ്പതാ നിങ്ങളൊരു മാനുവലായിട്ട് നിങ്ങൾ ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാം. നേരെ തിരിച്ചും വരാം. നിങ്ങൾ ഇത്രയും നാൾ മാനുവലായിട്ട് ഓടിക്കുന്ന ഒരു വണ്ടി ഗിയർ ചേഞ്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടിയിലേക്ക് കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നെയും ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരാം, അല്ലേ? അപ്പം എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഹലോ? ഓക്കെ, അപ്പോ ഇനി സെക്കൻഡ് വീണ്ടും സ്റ്റക്കായി. ഓക്കെ, കുഴപ്പമില്ല. ഇനി സീറോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് പഠിച്ചതും ഇപ്പൊ പഠിക്കുന്നതായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. നേരത്തെ ഒരു കാര്യം അറിഞ്ഞിരുന്നത് കൊണ്ട് പുതിയതായിട്ട് പഠിക്കുന്നതിനെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ എന്നാ ഫ്രഞ്ച് പഠിക്കാൻ പോവാണ്, പുതിയൊരു ലാംഗ്വേജ് ഫ്രഞ്ച് പഠിക്കാൻ പോവാണ്. ഫ്രഞ്ച് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് അറിയാം എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കുക്കിംഗ് അറിയാവുന്നത് കൊണ്ട് ഫ്രഞ്ച് പഠിക്കുന്നതായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല, അല്ലെ? നിങ്ങൾക്ക് കുക്കിംഗ് അറിയാമെങ്കിൽ നല്ല കാര്യം, നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അതും ഇതും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല, അല്ലെ? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് കുറച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗിലുള്ള നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ഫ്രഞ്ച് പഠനത്തെ ബാധിക്കുകയോ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്, എന്റെ സ്ക്രീൻ വീണ്ടും പണിയായി. ഞാൻ ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെന്റ് ആൻഡ് അഡൽട്ട് ലേണേഴ്സ്. അഡോളസെന്റ് ലേണർ നമുക്കറിയാം, ഓരോ പ്രായത്തിലും ആളുകൾ ഓരോ രീതിയിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ പ്രായത്തിന്റെ അനുസരിച്ച് അവരുടെ ലേണേഴ്സിനെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളിത് ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണല്ലോ.
ഇപ്പം കൂടുതലായിട്ടും ഈ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ലെവൽ ടീച്ചിങ്ങിനാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് അഡോളസെന്റ് ലേണേഴ്സിന്റെയും അഡൽട്ട് ലേണേഴ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ അഡോളസെൻസ് എന്ന് പറയുന്ന ആ ഒരു ഏജ് എന്ന് പറയുന്നത്, അഡോളസെന്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ മീനിങ് ചെയ്യുന്നത് ടു എമേർജ് അല്ലെങ്കിൽ ടു അച്ചീവ് ഐഡന്റിറ്റി എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. ഇതിനകത്ത് അഡോളസെൻസ് എന്ന് പറയുന്നതിന് ഒരു ഏജ് ആയിട്ടല്ല, ഒരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. ഒരു പ്രായമല്ല, അത് നമ്മൾ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു ഏജിനെ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 10 മുതൽ 19 വയസ്സ് വരെ എന്നാണ്. ദ ഏജ് ബിറ്റ്വീൻ 10 ആൻഡ് 19 ഇയേഴ്സ്. 10 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള ആളുകളെ അഡോളസെൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ജി സ്റ്റാൻലി ഹോൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്നാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ജി സ്റ്റാൻലി ഹോൾ ആണ് ഈ അഡോളസൻസ് പീരീഡിനെ ദ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ജി സ്റ്റാൻലി ഹോൾ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സൈക്കോളജിയിലെ, എനിക്കൊന്ന് അഡോളസെന്റ് സൈക്കോളജിയുടെ ഒക്കെ ഫാദർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഡോളസെന്റ് സൈക്കോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ജി സ്റ്റാൻലി ഹോള്. ഇതിനെ സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പീരീഡ് ആയിട്ട് അദ്ദേഹം അതിനെ നാമകരണം ചെയ്യുന്നതിന് കാരണം ആ സമയത്ത് കുട്ടികള് ഒത്തിരി മാനസികമായിട്ടും ശാരീരികമായിട്ടും സോഷ്യലിയും ഒക്കെ ഒത്തിരി കോൺഫ്ലിക്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളോട് ഒത്തിരി സങ്കീർണതകളിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഈ അഡോളസെന്റ് പീരീഡിനെ മൂന്ന് സ്റ്റേജസ് ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏർലി അഡോളസെൻസ്, മിഡിൽ അഡോളസെൻസ്, ലേറ്റ് അഡോളസെൻസ് എന്നാണ് നമ്മൾ പറയാ. ഇതൊക്കെ വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന, പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഏർലി അഡോളസെൻസ് എന്ന് പറയുമ്പോൾ 10 മുതൽ 12 വയസ്സ് വരെ, 10 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടാകാവുന്ന നമ്മുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, ഇനി നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ഇതെല്ലാം ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും നാളെ നമ്മളെ കുട്ടികളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു 12 വയസ്സൊക്കെ നമ്മൾ മുതിരാൻ തുടങ്ങുവാണ്. ഇനി മിഡിൽ അഡോളസൻസ് എന്ന് പറയുമ്പോൾ 12 മുതൽ 16 വയസ്സ് വരെയാണ് നമ്മുടെ ബോഡി കുറച്ചുകൂടി ഫർദർ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ ജനറ്റിക് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. സ്പെഷ്യലി ഗേൾസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ സൗണ്ട് മാറുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് കടക്കുന്നു. ഇതൊക്കെ മിഡിൽ അഡോളസൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ലേറ്റ് അഡോളസൻസ് എന്ന് പറയുമ്പോൾ 16 to 19 ഇയേഴ്സ് ആണ്. കുറച്ചും കൂടി നമ്മൾ അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കിടക്കുവാണ്. അപ്പൊ നമ്മുടെ കരിയർ നമുക്ക് പ്രധാനമായിട്ട് വരാം, നമ്മുടെ റിലേഷൻഷിപ്പുകൾ എമേർജ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അതൊക്കെ ലേറ്റ് അഡോളസൻസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഈ പറയുന്ന അഡോളസൻസ് എന്ന് പറയുന്ന പീരീഡിൽ ഒത്തിരി ചാലഞ്ചസും ഒത്തിരി കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. കാരണം ചൈൽഡ്ഹുഡിൽ നിങ്ങൾ പോരുകയും ചെയ്തു, അഡൽട്ട്ഹുഡിലോട്ടോട്ട് എത്തിയതുമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഈ അഡോളസെന്റിലായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കുട്ടി എന്ന് പറയുന്ന ഒരു ചൈൽഡ് ആയിട്ട് ആളുകൾ കണക്കാക്കുന്നില്ല, എന്നാൽ ഒരു മുതിർന്ന ഒരു വലിയ വ്യക്തിയായിട്ടും കണക്കാക്കുന്നില്ല. അപ്പൊ ചൈൽഡ്ഹുഡിൽ നിന്ന് പോകുന്നു, അഡൽട്ട്ഹുഡിൽ എത്തിയില്ല. അപ്പൊ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ആൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരാം. ഞാനിപ്പൊ ആരാണ്, എന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് അയാൾ ചിന്തിക്കാം, ഇല്ലേ? കാരണം ചില സന്ദർഭങ്ങളില്, ചില സാഹചര്യങ്ങളിൽ ആളുകൾ അയാളെ ഒരു കുട്ടിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. നീ മുതിർന്നവരിയ്ക്കുമ്പോ നീ എന്തിനാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, നീ ഇപ്പോഴും കുട്ടിയാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അതേ സമയത്ത് തന്നെ മറ്റു ചില സാഹചര്യങ്ങളിൽ ആളുകള് നീ നീ ഇപ്പം ഇങ്ങനെ കളിച്ചു നടക്കേണ്ട പ്രായമല്ല, നീ മുതിർന്നവരെ പോലെ പെരുമാറുമോ എന്ന് വേണമെങ്കിൽ ആ കുട്ടിയോട് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് രണ്ടും കൂടി ഈ കൊച്ചിന് കൺഫ്യൂഷൻ ആവും. ഞാനിതിപ്പം ആര് പറയുന്ന കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ കൊച്ചാണോ, ഞാൻ വലുതാണോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ. അപ്പൊ സൈക്കോളജിക്കലി അതൊരു പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആണ്. ഒരു കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ, പേഴ്സണാലിറ്റിയും സോഷ്യലി ഒക്കെ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. അക്കാഡമിക്കലി മോർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അവര് ഒരു ഹൈസ്കൂളിലേക്ക് കയറുന്നു അല്ലെങ്കിൽ ഏർലി കോളേജസിലേക്ക് ചെല്ലുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അക്കാഡമിക്കലി അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഇനി സോഷ്യോളജിക്കലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിപ്പെൻഡന്റ് ചൈൽഡ്ഹുഡിൽ നിന്നും സെൽഫ് സഫിഷ്യന്റ് അഡൽട്ട്ഹുഡിന്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പിലാണ് ഇവർ നിൽക്കുന്നത്.
ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ചൈൽഡ്ഹുഡിൽ നിന്നും സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അഡൽട്ട്ഹുഡിൽ നിന്നുമുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇനി മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വരുമ്പോഴത്തേക്കും അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ ചേഞ്ചസ് വരാം, പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ചേഞ്ചസ് വരാം, ബോഡിയുടെ ഗ്രോത്ത് വരാം. ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടുന്ന ഒരു സമയമായതുകൊണ്ടാണ് ജി സ്റ്റാൻലി ഹോളി പീരീഡിനെ സ്ട്രെസ് ആൻഡ് സ്റ്റോം പീരീഡ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ അഡോളസെന്റിനെ പല കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യാം. ഒന്ന്, ദർ ഇസ് സെർച്ച് ഫോർ സെൽഫ് കോൺസെപ്റ്റ് ഓർ സെൽഫ് ഐഡന്റിറ്റി. ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് പറയുന്ന ഒരു അറിവ്, ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി ശ്രമിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ഒരു പീരീഡ് ആയിട്ട് അതിനെ പറയാറുണ്ട്. ദർ ഇസ് ഡിമാൻഡ് ഫോർ മോർ ഇൻഡിപെൻഡൻസ് ടു മേക്ക് ഡിസിഷൻസ്. കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആണ്. ഇത്രയും നാള് വീട്ടുകാരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചു ഇച്ചിരിയും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും കുട്ടികൾ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഇനി ദേ തിങ്ക് മോർ അബൌട്ട് റൈറ്റ് ആൻഡ് റോങ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് അവരിൽ ഉണ്ടാകാം. പിയർ പ്രഷർ ഉണ്ടാകാം. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ആ കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾ ഈ പറയുന്ന ഡ്രഗ് അബ്യൂസിലേക്കൊക്കെ പോകുമെന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം പിയർ പ്രഷറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിരിക്കും അവർ കൂടുതൽ ഫാമിലിയുടെ അണ്ടറിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൂട്ടുകാരാണെല്ലാം, കൂട്ടുകാർ പറയുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂട്ടുകാരെയാണ് അവർ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ പിയർ പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അവരെ പല രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇനി അവരുടെ അഡോളസന്റ് ലേണേഴ്സിന്റെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാല് കുറച്ച് ക്യൂരിയോസിറ്റി അവർക്ക് കൂടുതലാണ്. ഇന്റൻസ് ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇന്റലക്ച്വൽ പേഴ്സ്യൂട്ട് ഉള്ള ഒരു കാലഘട്ടമാണ്. ഇനി അവർക്ക് ഒന്ന് ചലഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു ഹൈ അച്ചീവ്മെന്റിലേക്ക് പോകാം. ഹൈ അച്ചീവ്മെന്റ് വെൻ ചാലഞ്ച്ഡ് ആൻഡ് എൻഗേജ്ഡ്. അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്ത് കാണിക്കണമെന്നൊക്കെ തോന്നുന്ന ഒരു വാശിയൊക്കെ തോന്നാവുന്ന ഒരു കാലഘട്ടമാണ്. ഇനി അവർക്ക് എന്താണ് ഒരു പാസീവ് ലേണിംഗ്, ചില ആളുകൾ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കാതെ ഒരു പാസീവ് ലേണിംഗ് എക്സ്പീരിയൻസിനെ പ്രിഫർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഒരു ലേണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് അങ്ങനെ പഠിക്കാനുള്ള ഒരു സമയം, പഠിക്കാനുള്ള ഒരു ത്വരയും അവർക്കുണ്ടാകാം. ഇനി ഞാൻ എബിലിറ്റി ടു സെൽഫ് റിഫ്ലക്ട് ചെയ്യുക, അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഞാൻ ചെയ്തത് ശരിയായോ എന്നൊക്കെ സെൽഫ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഡിമാൻഡ് ദ റെലവൻസ് ഇൻ ലേണിംഗ് ആൻഡ് വാട്ട് ഇസ് ബീയിങ് ടോട്ട്. എന്തിനാണ് ഞാൻ ഇതൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പഠിച്ചതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം, ഞാൻ ഈ പഠിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകളിൽ കുട്ടികൾ എന്താണ് ഇത് പഠിച്ചിട്ട് എന്താണ് കാര്യം ടീച്ചർ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇനി ഒരു സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമായിട്ടൊക്കെ ഈ കുട്ടികൾ ശ്രമിക്കുന്ന ഒരു സമയം, എക്സ്പ്ലോർ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇനി അവരുടെ സ്വന്തം ബോഡിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന കാലഘട്ടമാണ്. ഇനി വീട്ടുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അനുസരിക്കാതെ അതിനെ എതിർത്ത് സംസാരിക്കുക, അവർ പറയുന്നതിനപ്പുറത്തേക്ക് പോവുക, അതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഓവർ റിയാക്ടിങ് ടു റിഡിക്യൂൾ, എംബാരസ്മെന്റ് ആൻഡ് റിജക്ഷൻ. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക, ഓവറായിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക, ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അതിനെ മെച്ചുവേർഡ് ആയിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ പക്വമായിട്ടുള്ള രീതിയിൽ ഈ സന്ദർഭത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഈ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അവരതിനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇനി സീക്കിംഗ് അപ്രൂവൽ ഓഫ് പിയേഴ്സ് ആൻഡ് അതേഴ്സ് വിത്ത് അറ്റൻഷൻ ഗെറ്റിംഗ് ബിഹേവിയേഴ്സ്. എന്ത് ചെയ്താലാണ് കൂട്ടുകാരിൽ നിന്ന് അറ്റൻഷൻ കിട്ടുക, ഞാനിപ്പം എന്ത് ചെയ്താലാണ് കൂട്ടുകാരുടെ ഒരു അപ്രൂവൽ കിട്ടുക എന്ന് പറയുമ്പം എല്ലാവരും, അതുകൊണ്ടാണ് നമ്മൾ പിയർ പ്രഷർ, ഡ്രഗ് അബ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് കുട്ടികൾ എന്താണ് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലാണ് കൂട്ടുകാരുടെ മുമ്പിൽ എനിക്ക് നാളാവാൻ പറ്റുക, അറ്റൻഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഇന്റർപേഴ്സണൽ സ്കിൽസ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. ഒരു ഗൈഡൻസിനായിട്ട് ഒരു ഡയറക്ഷനും ഒക്കെ ആയിട്ട് കുട്ടികൾ തിരയുന്ന ഒരു സമയമാണ്. ആരെയാണ് ഞാനൊരു റോൾ മോഡൽ ആക്കുക, ആരാണ് എനിക്കൊരു ഡയറക്ഷൻ തരിക എന്ന് പറയുന്ന രീതിയിൽ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ചില സമയങ്ങളിൽ ഇവര് സിനിമാ നടന്മാരെയൊക്കെ ഇവരുടെ റോൾ മോഡലാക്കി കളയും, അല്ലെങ്കിൽ ചില ക്രിക്കറ്റ് താരങ്ങളെ ഇവരുടെ റോൾ മോഡലാക്കും. അപ്പൊ അങ്ങനെ
എന്തിനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോന്നല് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇനി ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോഴത്തേക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയമാണ്. അവരൊരു പീക്സ് ഓഫ് ഇന്റൻസിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി. കുട്ടികൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണ്. ഇമോഷണലി ചിലപ്പോൾ ഒരു ബാലൻസിലേക്ക് എത്താത്ത കുട്ടികളായിരിക്കും. നീഡിങ് ടു റിലീസ് എനർജി വിത്ത് സഡൻ ഔട്ട്ബേസ്റ്റ് ഓഫ് ആക്ടിവിറ്റി. അവർക്ക് ഇങ്ങനെ അവരുടെ എനർജി റിലീസ് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടിരിക്കണം. അപ്പൊ ഈ എനർജി എവിടെയെങ്കിലും കൊണ്ട് റിലീസ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ എപ്പോഴും ഒരു പീരീഡ് എങ്കിലും ഒരു ദിവസം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരെ എത്ര നേരമാണ് ഈ ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് കേട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നുന്നു. അപ്പൊ നമുക്കാണെങ്കിൽ പോലും കുറെ നേരം ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ നമുക്കൊന്ന് നമ്മുടെ എനർജി ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെൻഡൻസി വരുമല്ലോ. അപ്പോൾ അതിനാണ് ഒരു ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. ഡിസയർ ടു ബിക്കം ഇൻഡിപെൻഡന്റ് ആൻഡ് ടു സെർച്ച് ഫോർ അഡൽട്ട് ഐഡന്റിറ്റി ആൻഡ് അക്സെപ്റ്റൻസ്. കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവുക, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ കുറച്ചുകൂടി കുറച്ചുകൂടി ഫ്രീഡം വേണമെന്നൊക്കെ കുട്ടികൾക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം വേണം, ആരെയും ആശ്രയിക്കാതെ നിൽക്കണം എന്നൊക്കെ കുട്ടികൾക്ക് തോന്നാവുന്ന ഒരു സമയമാണ്. സെൽഫ് കോൺഷ്യസ്നെസ് ആൻഡ് ബീങ് സെൻസിറ്റീവ് ടു പേഴ്സണൽ ക്രിറ്റിസിസം. ആരെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുക, സെൽഫ് കോൺഷ്യസ്നെസ് ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ഫിസിക്കൽ ഗ്രോത്ത്, മെച്യൂരിറ്റിയെ കുറിച്ച് കുട്ടികൾ കൺസേൺഡ് ആകാം. അതുകൊണ്ടാണ് ചില സമയത്ത് അതിനുശേഷവും അതിനു മുമ്പും എന്ന് പറയുന്ന രീതിയിൽ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറ്റപ്പെടാം. ഈ പറയുന്നത് പോലെ ഒന്നുകിൽ ചിലപ്പോൾ വളരെ ആക്റ്റീവ് ആയിരുന്ന കുട്ടികൾ വളരെ ഷൈ ആയിട്ട് വളരെ അധികം സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ട് വളരെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ ഒറ്റപ്പെട്ട് അങ്ങനെ നിന്നിരുന്ന കുട്ടികൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ മെച്യൂരിറ്റി അവർ എത്തുന്ന സമയം. ബിലീവ് ദാറ്റ് ദ പേഴ്സണൽ പ്രോബ്ലംസ്, ഫീലിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ആർ യുണീക് ടു ദംസെൽസ്. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഫീലിംഗ്സും അവരുടെ എക്സ്പീരിയൻസസും ഒക്കെ അവരുടേത് മാത്രമാണ് എന്ന് അവർ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇനി സീക്കിംഗ് അപ്രൂവൽ ഓഫ് പിയേഴ്സ്, നേരത്തെ പറഞ്ഞാണ് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഒക്കെ ഉണ്ടാകാം. ഇനി അവരുടെ ഒരു കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് തോന്നാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച്, ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകുവാണെങ്കിൽ ചോദ്യം കാണുമ്പോൾ ഒരു ലോജിക്കലി നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ഇവരുടെ ഒരു കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സംവാട്ട് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ഒരു പ്രോബ്ലത്തിനെ കുറേയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു പ്രോബ്ലം കൊടുത്താൽ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ലോജിക്കലി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ്. ഒരു കാണാതെ പഠിക്കുക, മനഃപ്പാഠം പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളുടെ ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി പിള്ളേരെ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ഓരോ കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് പോവാണ്. ഇനി ഹയർ ഓർഡർ സ്ട്രക്ചർ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് കുട്ടികൾ പോകുന്ന സമയമാണ്. ഒരു മോറൽ ഇഷ്യൂസിന്റെ ഒരു കോംപ്ലക്സിറ്റി, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, നേരത്തെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ അതുപോലെ പിന്തുടരുമല്ല, കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങും. നീഡിങ് ആൻഡ് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അഡൽട്സ് റോൾ മോഡൽസ് ഹു വിൽ ലിസൺ ആൻഡ് ബി ട്രസ്റ്റ് വർത്തി. അപ്പം ആരാണോ ആ സമയത്ത് കുട്ടികളെ കുറിച്ച് കേൾക്കുകയും കുട്ടികളെ കുറിച്ച് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്, അവരെ ഇവര് റോൾ മോഡൽസ് ആക്കി മാറ്റുകയും അവരുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യും. ജഡ്ജിങ് അതേഴ്സ് ക്വിക്ലി ബട്ട് അക്നോളജിങ് വൺസ് ഓൺ ഫോൾസ് വെരി സ്ലോലി. അതായത് മറ്റുള്ളവരെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാം, അവരുടെ പ്രവൃത്തികൾ അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാം. പക്ഷെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് സമയമെടുക്കും. ഇനി നമ്മൾ വരുന്നത് അഡൽട്ട്ഹുഡിലേക്കാണ്. അഡൽട്ട് ലേണേഴ്സ് ആണ്. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ അഡോളസെന്റ് കുട്ടികളുടെ കാര്യമാണ്. ഇനി പറയുന്നത് അഡൽട്ട്ഹുഡാണ്. അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏജിന്റെ അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് മെച്യൂരിറ്റി, നമ്മുടെ ഒരു പ്രായം, പക്വത, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഡൽട്ട്ഹുഡിനെ കുറിച്ച് പറയുക. അപ്പം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ അനുസരിച്ചിട്ട് അവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു 19 വയസ്സ് മുതൽ ഒരു 64-65 വയസ്സ് വരെയൊക്കെയാണ് ഒരു അഡൽട്ട്ഹുഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിട്ട് അവര് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ്രഗോജി എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിൽ ബേസ്ഡ് ആണ്. ആൻഡ്രഗോജി എന്ന് പറഞ്ഞാൽ അഡൽട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. നമ്മുടെ അഡൽട്ട് എഡ്യൂക്കേഷൻ, ആ വാക്ക് നിങ്ങൾ ആൻഡ്രഗോജി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അത് അഡൽട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്യുക.
ഇനി അഡൽട്ട് ലേണിംഗിന്റെ ദ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ വാട്ട് പീപ്പിൾ നോ. ഒരു ചേഞ്ച് കൊണ്ടുവരിക. ആളുകൾക്ക് എന്തറിയാം, ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്, ആളുകൾ എന്താണ് ചെയ്യുന്നത്, ഇതിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ഒരു പഠനത്തിന്റെ ആ ഒരു എന്താണ് അഡോളസെന്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു, നമ്മൾ യൂത്ത്, നമ്മൾ നല്ല യൗവനമൊക്കെ യൗവനത്തിന്റെ സമയത്തായിരിക്കാം. അപ്പൊ ആ സമയത്ത് ആളുകൾക്ക് എന്താ അറിയാം, അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരിപ്പൊ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിലൊക്കെ ഒരു ചേഞ്ചസ് വന്നുകൊണ്ട് അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ്, ഒരു കുറച്ച് മുതിർന്ന പഠിതാക്കളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് അവർക്ക് ഉണ്ടാവുക. ദേ വിൽ ലേൺ ഇഫ് ദേ വാണ്ട് ടു ലേൺ. പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ പഠിക്കും. ഫോർ ഇൻസ്റ്റൻസ്, എ കമ്പലിംഗ് ആൻസർ ടു ദി വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ ക്വസ്റ്റ്യൻ ഇസ് എ പവർഫുൾ ഇന്റേണൽ മോട്ടിവേഷൻ. നിങ്ങൾക്ക് എന്തു വേണമെന്നുള്ളത്, ഇതിലിപ്പോ എനിക്ക് എന്താണ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്ക് പഠിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ ഇരുന്ന് പഠിക്കാം. നമ്മുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷനാണ്. ഇനി റെഡിനെസ് ടു ലേൺ ഡിറൈവ്സ് ഫ്രം ദ റെലവൻസ് ഓഫ് ദ നോളജ്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യവും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി തനിയെ നിങ്ങൾ റെഡിയാവും. അഡൽട്സ് ഹാവ് എ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ ഈ പറഞ്ഞ ഈ പ്രായമെല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പം അനലൈസ് ചെയ്യാനും റാഷണലി തിങ്ക് ചെയ്യാനും സിന്തസൈസ് ചെയ്യാനും പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കാനും ഒക്കെ നിങ്ങളെ ഈ എക്സ്പീരിയൻസ് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു സെൽഫ് ഡിറക്ഷൻ. അഡൽട്സ് ആർ സെൽഫ് ഡിറക്റ്റഡ് ഇൻഡിവിജ്വൽസ്. അതായത് നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ നമുക്ക് തന്നെ ഉണ്ടാവും. നമുക്കൊരു നമ്മളൊരു ഫീൽ ഇൻ കൺട്രോൾ. എന്താണ്, ദേ ആർ ഇൻഡിപെൻഡന്റ് ബീയിങ്സ് ഹു വാണ്ട് ടു ഫീൽ ഇൻ കൺട്രോൾ. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആരും നമ്മളെ തല്ലി പഠിപ്പിക്കുമല്ലോ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നീ അത് പഠിക്കടാ ഇത് പഠിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചാരും നമ്മളെ പഠിപ്പിക്കാൻ വരുന്നില്ല. അഡൽട്ട് ലേണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് തന്നെ തോന്നണം. നമ്മൾക്ക് നമ്മുടെ കൺട്രോളിലാണെന്നുള്ള ഒരു തോന്നല്, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അഡൽട്സ് ലേൺ ബെസ്റ്റ് വെൻ ദേ ഡു. അവര് ടാസ്ക് ഓറിയന്റഡ് ആണ്. ഒരു വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തന്നാൽ, പ്രാക്ടിക്കലി നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അഡോളസൻസും അഡൽട്ട് ലേണേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് ജസ്റ്റ് എന്താണ്, ഡിപ്പെൻഡൻസി നമ്മൾ പറയുമ്പോൾ അവര് കുട്ടികളാകുമ്പോൾ, അഡോളസൻസ് ആകുമ്പോൾ ഒരു ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ ടീച്ചറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അഡൽട്ട് ആകുമ്പോൾ നമ്മളെ തന്നെ സെൽഫ് ഡയറക്റ്റഡ് ആണ്. ഇനി അഡോളസൻസിലെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് വളരെ കുറവാണ്, റിസോഴ്സസ് കുറവാണ്. അഡൽട്ട് ലേണർ ആകുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്, കൂടുതൽ റിസോഴ്സസ് ഉണ്ടാവും. അഡോളസെന്റ് ലേണർ എന്താണ്, ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവര് സബ്ജക്റ്റ് ലേണിംഗ് ആണ്. അഡൽട്ട് ലേണറിൽ ലൈഫ് ആൻഡ് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു അഡോളസൻസ് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ, പുറമേ നിന്ന് മോനെ നിനക്ക് 10ാം ക്ലാസ്സിന്റെ പരീക്ഷയാണ്, നീ പഠിക്കണം, full A+ മേടിക്കണമെന്ന് നമ്മൾ പുറമേ നിന്ന് ഉന്തി തള്ളി വിടണം. മറ്റേ അഡൽട്ട് ലേണർ ആകുമ്പോൾ ഇത് എന്റെ ആവശ്യമാണ്, പഠിച്ച് ജോലി മേടിക്കാനുള്ളത് എന്റെ ആവശ്യമാണെന്നുള്ള സെൽഫ് മോട്ടിവേഷനിൽ അവർ പഠിച്ചു പോകും. ഇനി അഡോളസൻസിനകത്ത് നമ്മളൊരു ജനറലൈസ് ചെയ്താണ് പറയുന്നത് കേട്ടോ, വ്യത്യാസങ്ങളുണ്ടാകും. ഇനി സ്റ്റഡി എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പരീക്ഷ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോ ട്രസ്റ്റ്, ഒരു അതോറിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള, അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. അഡൽട്ട് ലേണർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അവര് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, ഒരു കൊളാബറേറ്റീവ് ആയിട്ടൊക്കെ, മറ്റേ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ആണ്. ഓക്കെ, അവൻ ഇത്തവണ ഫസ്റ്റ് മേടിച്ച അടുത്ത തവണ എനിക്ക് ഫസ്റ്റ് മേടിക്കണം എന്നുള്ള ഒരു കോമ്പറ്റേറ്റീവ് മൂഡിലായിരിക്കും ഭയങ്കരമായിട്ട്. അഡൽട്ട് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൊളാബറേറ്റീവ് ആണ്. നമ്മൾ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് ഒക്കെ അവിടെ വരാം. ഇനി അഡോളസൻസ് ലേണറിന്റെ കാര്യത്തിൽ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ടീച്ചറും ടീച്ചിങ് സിസ്റ്റവും കൂടി ചേർന്നിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങളുള്ളത്, ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം, എന്ത് പഠിക്കുമ്പോഴാണ് ഇവന് ഡിഫിക്കൽറ്റി ഉള്ളത്, ഇവൻ ഏതെങ്കിലും തരത്തിലുള്ള ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടോ, ഈ പറയുന്ന തരത്തിലുള്ള ഡയഗ്നോസിസ് ഒക്കെ ടീച്ചറും ടീച്ചിങ് സിസ്റ്റവുമാണ് നടത്തുന്നത്. അഡൽട്ട് ലേണറിന്റെ കാര്യത്തില് ടീച്ചറും ലേണറും കൂടി ഒന്നിച്ചു നിന്നിട്ട് ഒരു മ്യൂച്വൽ അസസ്മെന്റ് ആണ്. മറ്റേത് കുട്ടിക്ക് അതിനകത്ത് ഡയഗ്നോസിസിൽ പങ്കില്ല.
ടീച്ചറാണ് അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. അഡൽട്ട് ലേണറിന്റെ കാര്യത്തിൽ ഒരു മ്യൂച്വൽ അസസ്മെന്റ് ആണ്, രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുക. ഇനി ലേണിംഗിലേക്ക് വരുമ്പോൾ അഡോളസന്റ് ലേണർ ഒരു പാസീവ് ലേണിംഗ് ആണ്. അഡൽട്ട് ലേണർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ് ലേണിംഗിനാണ് ചൂസ് ചെയ്യുക. അഡോളസന്റ് ലേണറിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചറാണ് അതിന്റെ ഇവാലുവേഷൻ നടത്തുക. അഡൽട്ട് ലേണർ എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് ഇവാലുവേഷൻ കാണും, കൂടെ സഹപാഠികളുമായിട്ടുള്ള ഒരു പിയർ ഇവാലുവേഷൻ കാണും, ടീച്ചറിന്റെ ഇവാലുവേഷൻ കാണും. ഇതെല്ലാം കൂടി ചേരുന്നതാണ്. ഇനി ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന, ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്, കുറച്ച് കൂടുതൽ സ്ലൈഡുകളുണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ സ്പീഡ് കുറയ്ക്കാം കേട്ടോ. ഇനി ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഫാക്ടേഴ്സിനകത്ത് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഇവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഇവർ പഠിക്കുന്ന ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാമത് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോ നോളജ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ, നന്നായിട്ട് വിഷയം അറിയാവുന്ന ടീച്ചറാണെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഫാക്ടറാണ്. നോളജ് ഓഫ് ദി ലേണേഴ്സ്, ടീച്ചർ ആരെയാണോ പഠിപ്പിക്കുന്നത് ആ കുട്ടികൾക്ക് എന്തറിവുണ്ട് എന്നുള്ളത് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ടീച്ചിങ് സ്കിൽസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. മൈക്രോ ടീച്ചിങ് സ്കിൽസ് ഉണ്ട്, മാക്രോ ടീച്ചിങ് സ്കിൽസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതിനകത്ത് വരാം, ടീച്ചറുടെ എക്സ്പ്ലനേഷൻ, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ടീച്ചറിന്റെ എക്സ്പ്ലനേഷൻ സ്കില്ല് വരാം, ടീച്ചറിന്റെ എന്താണ് സ്റ്റിമുലസ് വേരിയേഷൻ വരാം, ടീച്ചർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വരാം, ടീച്ചറിന്റെ എന്താണ് വോയിസ് മോഡുലേഷൻ വരാം. ഇങ്ങനെ പല സ്കില്ലുകളുണ്ടല്ലോ, ആ ടീച്ചിങ് സ്കില്ലുകൾ. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യാം, ടീച്ചറിന്റെ എക്സ്പീരിയൻസ് അഫക്ട് ചെയ്യാം, ടീച്ചറിന്റെ പേഴ്സണാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് അഫക്ട് ചെയ്യാം. ക്ലാസ്സിൽ ഭയങ്കര മുടയാണെങ്കിൽ പിള്ളേര് ആ ടീച്ചിങ് എൻവയോൺമെന്റ് തന്നെ മോശമായി പോകും. അപ്പൊ അതുകൊണ്ട് പേഴ്സണാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് അഫക്ട് ചെയ്യാം. ഡിസിപ്ലിൻ, ടീച്ചറിന്റെ ഡിസിപ്ലിൻ ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യാം. ടീച്ചറിന്റെ മെന്റൽ ഹെൽത്ത് ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യാം. കാരണം ടീച്ചർ ഇമോഷണലി എന്താണ് കുറച്ച് മെച്യൂർഡ് ആണെങ്കിൽ ടീച്ചറിന്റെ ഇമോഷൻസ്, ഇപ്പം വീട്ടിലെ പ്രശ്നങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്ന് തീർത്തു കഴിഞ്ഞാൽ അത് ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ടീച്ചറിന്റെ മെന്റൽ ഹെൽത്ത് ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് റിലേറ്റഡ് ടു ലേണേഴ്സിന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യുക? മോട്ടിവേഷൻ, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, വളരെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ മോട്ടിവേഷൻ ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യാം. ഇന്റലിജൻസ്, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരികയല്ല, ടീച്ചിങ് കുറച്ചും കൂടി എന്താണ് ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഇനി അങ്ങനെയല്ല, കുറച്ചും കൂടി ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഇച്ചിരി കുറവാണ്, ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പിള്ളേരാണെങ്കിൽ ടീച്ചിങ്ങിൽ ടീച്ചർ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇന്റലിജൻസ് അതിനെ ബാധിക്കാം. പ്രയോർ ലേണിംഗ്, കുട്ടിക്ക് എന്തറിയാം എന്നുള്ളത് ബാധിക്കും. കാരണം നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് പ്രയോർ നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രയോർ ലേണിംഗ് കുട്ടിക്ക് അത് അറിയത്തില്ല, കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ തിരമാലകളെ കുറിച്ച്, തിരമാല എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം ടീച്ചർ ക്ലാസ്സിൽ നിങ്ങൾ കടൽ തീരത്ത് പോയിട്ടില്ലേ, നിങ്ങൾ കടൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേര് കണ്ടിട്ടില്ല ടീച്ചറെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെ? അപ്പൊ പ്രയോർ ലേണിംഗ് ഉണ്ടെങ്കിൽ കടലിനെ അറിയാവുന്ന കുട്ടികളോട് കടൽ തിരമാലകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ പ്രയോർ ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്, കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം, ഇല്ലെങ്കിൽ അതും ടീച്ചിങ്ങിനെ ബാധിക്കാം. ഗോൾ സെറ്റിംഗ് ആൻഡ് ആസ്പിറേഷൻ, കുട്ടിക്ക് തന്നെ ഒരു പ്രത്യേക ഗോൾ ഉണ്ട്. ഓക്കെ, എനിക്ക് ഇത് നേടണം. ഇപ്പം ചുമ്മാ ഒരു എക്സാമ്പിൾ നമുക്ക്, എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗോളോടുകൂടി, ഒരു ആസ്പിറേഷനോട് കൂടി പഠിക്കുന്ന കുട്ടിയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞ് സിവിൽ സർവീസിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി ലെവൽ ഫസ്റ്റ് റാങ്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗോളോട് കൂടി പോകുന്ന കുട്ടിയാണ്. ഇനി അങ്ങനെയല്ല, എനിക്ക് ഇന്ന കരിയറിലേക്ക് എത്തണം എന്നുള്ളവർ ഗോളോട് കൂടി പോകുന്നതാണെങ്കിൽ അതൊക്കെ ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യാം. ഇനി സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന കണ്ടന്റിന്റെ ഡിഫിക്കൽറ്റി ലെവൽ. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കാനാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഇനി ലെങ്ത് ഓഫ് ദ ടാസ്ക്, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതും ടീച്ചിങ്ങിനെ ബാധിക്കാം. മീനിങ് ഫുൾനെസ് ഓഫ് ദ കണ്ടന്റ്, നമ്മൾ പാസ് ചെയ്യുന്ന കണ്ടന്റ് എത്രത്തോളം അർത്ഥവത്താണെന്നുള്ളത് ടീച്ചിങ്ങിനെ ബാധിക്കാം. സിമിലാരിറ്റി ആൻഡ് ഫെമിലിയാരിറ്റി ഓഫ് ദ ടാസ്ക്, നേരത്തെ അറിയാവുന്ന ഒരു കാര്യം
നേരത്തെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കാം. ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ എളുപ്പമായി. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ടാണോ ഈ സബ്ജക്ട് മാറ്ററിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? നേരത്തെ പറഞ്ഞു മാക്സിംസ് ഓഫ് ടീച്ചിങ് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം, ഈസി ടു ഡിഫിക്കൽട്ട് ആയിരിക്കണം, സീൻ ടു അൺസീൻ ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ അവിടെ ഉണ്ടോ? റെലവൻസ് ഇൻ ലൈഫ്, സബ്ജക്ട് മാറ്ററിന് ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? അതും നമ്മുടെ ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യാം. ഇനി ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസും എൻവയോൺമെന്റും തമ്മിലുണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് ലേണിംഗ് ബൈ ഡൂയിങ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ സ്റ്റെബിലിറ്റി, നമ്മളിങ്ങനെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഒരു സമയത്ത് പഠിപ്പിക്കുവാണോ, അതോ ഇപ്പൊ ചില ടീച്ചർമാരെ ഒരു കാര്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല, ചില ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് വെച്ച് പഠിപ്പിച്ച് അടുത്ത ടോപ്പിക്ക് പഠിപ്പിച്ച് അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ അവരൊരു സിസ്റ്റമാറ്റിക് രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഇനി ചില ടീച്ചർമാരെന്ന് പറഞ്ഞാൽ നമ്മൊരു ഓവറോൾ ഐഡിയ ആയിരിക്കും തരുന്നത്. അവരിങ്ങനെ എന്താണ് മാങ്ങയെ കുറിച്ച് ആയിരിക്കും അവർക്ക് പഠിപ്പിക്കേണ്ടത്. പക്ഷെ അവര് പറയുന്നത് മാവിനെ കുറിച്ചും പലതരത്തിലുള്ള മാവിനെ കുറിച്ചും മാവ് എങ്ങനെ കേരളത്തിൽ വന്നെന്നും അതിന്റെ ഹിസ്റ്ററിയും ഇനി കേരളം എങ്ങനെ ഉണ്ടായെന്നുള്ളതിന്റെ ഹിസ്റ്ററി, അങ്ങനെ മൊത്തത്തിൽ ഒരു ഓവറോൾ സാധനം പറഞ്ഞു വെക്കും. പക്ഷെ അതിനകത്ത് പതുക്കെ സബ് ഹെഡിങ്സിനെ കണക്ട് ചെയ്ത് പോകും. മറ്റവര് ഓരോരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പൊ ആ രീതി, ആ മെത്തേഡ് ഓഫ് ടീച്ചിങ് നമ്മളെ അഫക്ട് ചെയ്യാം. ഇനി ടീച്ചർ ആൻഡ് എൻവയോൺമെന്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിന്റെ ആ ഒരു ഫിസിക്കൽ സെറ്റിംഗ് എങ്ങനെയാണ്? കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ള ക്ലാസ് റൂം ആണോ? ആ ക്ലാസ് റൂമിനകത്തെ ഒരു സോഷ്യൽ ക്ലൈമറ്റ് എങ്ങനെയാണ്? കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ്? ക്ലാസ് റൂം കൾച്ചർ എങ്ങനെയാണ്? ക്ലാസിന്റെ ടൈം ടേബിൾ എങ്ങനെയാണ്? ഇതെല്ലാം ബാധിക്കാം. ഇനി റെസിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് ഒരു ടെക്നിക് ഓഫ് ടീച്ചിങ് ആണ്. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ ഏറ്റു പറയുന്നു എന്നുള്ള പോലെ. അപ്പൊ ഇതെല്ലാം ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യാം. സപ്പോർട്ട് മെറ്റീരിയൽസ്, ഇത് നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് മെറ്റീരിയൽസ് ഒരു ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ഈ മെറ്റീരിയല് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതിന്റെ വെറൈറ്റി ആൻഡ് ഇന്ററാക്ടിവിറ്റി ടു കാറ്റർ ടു ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ്. ഇത് ഒരേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് എടുത്തു വെച്ചപ്പോൾ. Authenticity and diversity to reflect learners' background, flexibility and adaptability to accommodate changes, ease of use and navigate. ഇപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണോ? ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടോ? നമുക്ക് ഈ മെറ്റീരിയൽ ഒരു ഡൗട്ട് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്, നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുമോ? കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റിനുള്ള സാധ്യതകളുണ്ടോ? അപ്പൊ അങ്ങനെ ഉള്ള സപ്പോർട്ട് മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് റിലേറ്റഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഞാൻ ഈ 1 മണി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടി എടുക്കുവേ. നമ്മുടെ ഫാക്ടേഴ്സ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്? ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ, നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പറയുന്ന 30 കുട്ടികൾക്ക് ഒരു ടീച്ചർ ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ, ഒരു ടീച്ചറും 100 കുട്ടികളുമാണെങ്കിൽ അത് ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യാം. ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ദെയർ കമ്മിറ്റ്മെന്റ്, ടീച്ചറിന്റെ ക്വാളിറ്റി, ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ, ടീച്ചറിന്റെ കമ്മിറ്റ്മെന്റ്, ടീച്ചറിന്റെ പേഴ്സണാലിറ്റി, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത് കേട്ടോ, ഇതെല്ലാം നമ്മളെ ബാധിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു മോട്ടോ കാണും, ഒരു വിഷൻ കാണും, ഒരു പ്രത്യേക ഗോൾസ് കാണും. ഇതൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ഇനി ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്, കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് പഠിക്കാനുള്ള ബെഞ്ച്, ഡെസ്ക്, കസേര, നമ്മുടെ ബോർഡ്, മാർക്കർ, പെന്ന്, ഇങ്ങനത്തെ എല്ലാ മെറ്റീരിയൽ ആയിട്ടുള്ള റിസോഴ്സസ് അവിടെ ഉണ്ടോ? ഇനി ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ടോ? കുട്ടികൾക്ക് ഇത് ഉള്ള സാധനങ്ങളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കരിക്കുലം വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കറക്റ്റ്? ഒന്ന്, കരിക്കുലം ഷുഡ് ബി മോഡിഫൈഡ് റെഗുലർലി, കരിക്കുലം മോഡിഫൈ ചെയ്യണം. 2, കരിക്കുലം ഷുഡ് ഹാവ് തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് ഓൺലി,
കരിക്കുലം ഷുഡ് ബി ഡിറൈവ്ഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷണൽ ഇംപറേറ്റീവ്സ് ഓഫ് ദ കൺട്രി. അതായത് രാജ്യത്തിന്റെ ഭരണഘടനയും അതിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. കരിക്കുലം ഷുഡ് ബി മെയ്ഡ് ആസ് പെർ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സൊസൈറ്റി. കരിക്കുലം ഷുഡ് ബി ടീച്ചർ സെൻട്രിക്. ഇതിനകത്ത് നിന്ന് ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ഹലോ, ആരുമില്ലേ? ഓക്കെ, എല്ലാരും സി ആണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സ്ക്രീൻ വീണ്ടും സ്റ്റക്കായി. ഒരു സെക്കൻഡ്, ഇപ്പൊ ശരിയാക്കാം. കറക്റ്റ് ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് സി വന്നത്? എ, കരിക്കുലം ഷുഡ് ബി മോഡിഫൈഡ്. കരിക്കുലം കൃത്യമായിട്ട് റെഗുലർലി മോഡിഫൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇനി കരിക്കുലത്തിൽ തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമേ പാടുള്ളൂ? അല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി കരിക്കുലം തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സാധനമായിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു കരിക്കുലം ഷുഡ് ബി മെയ്ഡ് ആസ് പെർ നീഡ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. സമൂഹത്തിന്റെയും വ്യവസായത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ഇനി കരിക്കുലം ഷുഡ് ബി ടീച്ചർ സെൻട്രിക്. അവിടെയാണ് പ്രശ്നം വരുന്നത്. കരിക്കുലം ടീച്ചർ സെൻട്രിക് ആകാൻ പാടില്ല, കരിക്കുലം ലേണർ സെൻട്രിക് ആകാം. കരിക്കുലം രണ്ടുപേരുടെയും കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കണം, ടീച്ചറിനെ മാത്രം സെന്റേഡ് ആവാൻ പാടില്ല. 2, ഫോർ ബിൽഡിംഗ് എ പ്രൊഫഷണൽ എൻവയോൺമെന്റ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചർ എന്തൊക്കെ ചെയ്യണം? ടീച്ചർ മസ്റ്റ് ആസ്ക് ഹിസ് ഓർ ഹെർ സ്റ്റുഡൻസ് അബൌട്ട് അതർ ടീച്ചേഴ്സ് ടീച്ചിങ് മെത്തഡോളജി. Teacher must feel envious about other teachers' professional achievement. Teacher must work as a team. Senior teacher must encourage junior teacher to contribute in research and other academic activities for the institution. നിങ്ങള് ചാറ്റ് ബോക്സിൽ ആൻസർ ഇടുക. ഒന്നാമത്തെ കാര്യം നമുക്ക് വായിച്ചാൽ നമുക്കൊരു ലോജിക്കലി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒന്ന്, മറ്റേ ടീച്ചർ എങ്ങനെയാ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. 2, വേറൊരാളുടെ പ്രൊഫഷണൽ അച്ചീവ്മെന്റ് കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ടീച്ചർ മസ്റ്റ് വർക്ക് ആസ് എ ടീം, അത് ശരിയാണ് അല്ലെ, ടീച്ചേഴ്സ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ഇനി സീനിയർ ടീച്ചർ മസ്റ്റ് എൻകറേജ് ജൂനിയർ ടീച്ചർ ടു കോൺട്രിബ്യൂട്ട് ഇൻ റിസർച്ച് ആൻഡ് അതർ അക്കാദമിക് ആക്ടിവിറ്റി. ഒരു സീനിയർ ടീച്ചർ ജൂനിയർ ടീച്ചറിനെ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. അത് വേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു സെക്കൻഡ്, സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ബൈ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് മീൻസ് ക്യാൻ എ ടീച്ചർ എസ്റ്റാബ്ലിഷ് എ ഗുഡ് റാപ്പോ വിത്ത് ഹിസ് ഓർ ഹെർ സ്റ്റുഡൻസ്? ക്ലാസ്സിൽ ഭയങ്കര അതോറിറ്റി കാണിച്ചാൽ ടീച്ചർ ഗുഡ് റാപ്പോ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഗുഡ് റാപ്പോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഗുഡ് റാപ്പോ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുമായിട്ടുള്ള ഒരു ഒരു നല്ല ബന്ധം, ഒരു ഊഷ്മളമായ ബന്ധം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ ഭയങ്കര അതോറിറ്റി ആയിട്ട് നിന്നാൽ പറ്റത്തില്ല. 2, ഇംപ്രസിംഗ് സ്റ്റുഡൻസ് ബൈ ഹിസ് ഓർ ഹെർ നോളജ് ആൻഡ് സ്കിൽ. കുട്ടികളെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് നോക്കിയാൽ. 2, പ്ലേയിങ് ദ റോൾ ഓഫ് എ ഗൈഡ് ഓർ ഫെസിലിറ്റേറ്റർ വിത്ത് എ ഡിസയർ ടു ഹെൽപ്പ് ദം. അതാണ് നമുക്ക് വേണ്ടത്. ബിക്കമിങ് എ ഫ്രണ്ട് ടു ദ സ്റ്റുഡൻസ്. ഇത് കാണുമ്പം നമുക്ക് തോന്നാം ഈ സിയും ഡിയും ശരിയല്ലേ, ടീച്ചർ ഒരു കുട്ടികളുടെ ഒരു ഫ്രണ്ടിനെ പോലെ നിന്നാല് കുട്ടികളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്തുകൂടെ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ശ്രദ്ധിക്കുക, നമുക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ ശരിയാണെന്ന് തോന്നിയാൽ അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. 1, ബിക്കമിങ് എ ഫ്രണ്ട് ടു ദ സ്റ്റുഡൻസ്. 2, പ്ലേയിങ് ദ റോൾ ഓഫ് എ ഗൈഡ് ഓർ ഫെസിലിറ്റേറ്റർ. ഈ രണ്ടും കൂടി നോക്കുമ്പോൾ ഗൈഡ് ഓർ ഫെസിലിറ്റേറ്റർ ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ അത് എടുക്കുക. ഇനി ഇഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ടീച്ചർ, ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ടീച്ചർ, പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ, എബിലിറ്റി ഓഫ് ടീച്ചർ ടു എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ടു ദ ലേണേഴ്സ്. അപ്പോൾ ഇഫക്റ്റീവ് ടീച്ചിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പലതും പറയാം. 1, ടീച്ചർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ ടീച്ചിങ് ഇഫക്റ്റീവ് ആവുള്ളൂ. അത് ഒരു ശരിയാകാൻ സാധ്യതയുള്ള ഒരു ഉത്തരവാണ്. സി, പേഴ്സണാലിറ്റി ഓഫ് ദ ടീച്ചർ. ടീച്ചറിന്റെ പേഴ്സണാലിറ്റി നന്നായിരിക്കണം ടീച്ചിങ് ഇഫക്റ്റീവ് ആകണമെങ്കിൽ, അതും ശരിയാകാവുന്ന ഒരു ഉത്തരമാണ്. പക്ഷേ
ഒരൊറ്റ ഉത്തരവേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം ചൂസ് ചെയ്യണം. എബിലിറ്റി ഓഫ് ടീച്ചേഴ്സ് ടു എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ടു ദി ലേണേഴ്സ് ആണ് അവിടെ കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഒരൊറ്റ ചോദ്യവും കൂടെ ഉള്ളൂ, അതുകൂടി നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു അത് സമയമില്ലാത്തത് കൊണ്ട് ഓക്കെ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൽട്ട് ലേണേഴ്സ്? ഫിസിയോളജിക്കൽ ഗ്രോത്ത്, ഇൻക്രീസ്ഡ് ഫോക്കസ് ഓഫ് ആക്ടിവിറ്റീസ് വിത്ത് പിയർ ഗ്രൂപ്പ്, എക്സസൈസ്, സെൽഫ് കൺട്രോൾ, എബിലിറ്റി ടു ആക്ട് റാഷണലി, ലേണിംഗ് ടു ബി ഇൻഡിപെൻഡന്റ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ. ഏതായിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരിക? ഫിസിയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അഡൽട്ട് ലേണേഴ്സ് ആണ്. അവർ ആക്ച്വലി ഒരു പിന്നെ ഗ്രോത്തിൽ എത്തിയ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഫിസിയോളജിക്കൽ ഗ്രോത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇൻക്രീസ്ഡ് ഫോക്കസ് ഓഫ് ആക്ടിവിറ്റീസ് വിത്ത് പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നത് സാധാരണഗതിയിൽ നമ്മൾ അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുക. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് സി ആണ്. സി ആൻഡ് ഡി ഉള്ളിയാണ്. എക്സർസൈസ്, സെൽഫ് കൺട്രോൾ ഉള്ള ആളുകളാണ്. എബിലിറ്റി ടു ആക്ട് റാഷണലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ സിയും ഡിയും ആണ് അവിടെ വരുന്നത്. അപ്പൊ അവിടുത്തെ ഉത്തരം സി ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇതിനകത്ത് നമുക്ക് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് കുറെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ചിലപ്പോൾ ചില ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ നമുക്ക് ഉയ്യോ ഇത് എന്താ അവർ ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ക്ലിയർ ആയിട്ട് ഓരോ വാക്കുകളും വായിച്ച് ഓരോ ഓപ്ഷനും കൃത്യമായിട്ട് വായിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം ഈസി ആണെന്ന് ഓർത്ത് നമ്മൾ പെട്ടെന്ന് കാണുന്ന ആൻസറിൽ കയറി കുത്തരുത്. അത് വായിച്ച് നോക്കി ഇതാണ് മോസ്റ്റ്, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലധികം ഉത്തരങ്ങൾ ശരിയായിട്ട് അവർ കാണിക്കാം. പക്ഷെ ആഫ്റ്റർ ഓൾ UGC ഏതാണോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതിനെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നിലധികം ഉത്തരങ്ങൾ ശരിയായിട്ട് തോന്നുമ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.